ശ്രീ രാധാകൃഷ്ണൻ ചെറുവല്ലി, കോൺഗ്രസും സോണിയാഗാന്ധിയും ആ ഒരു നിലപാട് BJP വിമർശിക്കുന്നതിന് ദേശീയത മുഴുവനായി പാടിയില്ല, അത് തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്ന വിമർശനം. അതേസമയം ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ ഇടതുപക്ഷവും പ്രത്യേകിച്ചും CPIയുടെ നേതാവ് ബിനോയ് വിശ്വം പറയുന്നതും കോൺഗ്രസിനെ സംബന്ധിച്ച് ആശയപരമായി വ്യക്തത ഇല്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്രയും നേതാക്കന്മാർ അവിടെ നിൽക്കുമ്പോൾ അത് പാടി എന്നുള്ളതാണ് അവിടെയുള്ള വിമർശനം. അതേസമയം ഇവിടെ അഖിൽ സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ദേശീയഗീത മുഴുവനായി പാടി. മുൻപ് കേരളത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ സമയത്ത് കർണാടകയിലും അത് കണ്ടപ്പോൾ അന്ന് അവിടെ ശ്രീ ഖാർഗെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഉള്ള വേദിയിൽ തന്നെയാണ് അത് ആലപിച്ചത്. ഇപ്പോൾ വീണ്ടും അത് അവിടെ ആവർത്തിച്ചു. പക്ഷേ ഇവിടെ വരുമ്പോൾ കേരളത്തിലും ഡൽഹി ആസ്ഥാനത്തും ACC ആസ്ഥാനത്തും കണ്ടത് എന്താണ്? താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? കോൺഗ്രസിന് ആശയപരമായി വ്യക്തത ഇല്ലാതായി പോയതാണോ? ഗായക സംഘം വരുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ സംഘാടകർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാത്തതിൽ വ്യക്തത വന്നെങ്കിൽ അതാരുടെ വീഴ്ചയാണ്? എവിടെയാണ് കുഴപ്പം? ആദ്യമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ചരിത്രം നമുക്കെല്ലാം ഏറെക്കുറെ ബോധ്യമായി കഴിഞ്ഞതാണ്. എങ്കിലും അത് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അത് പറയാം. 1875 ബന്ദിങ് ചന്ദ്ര ചാറ്റർജി രചിച്ച ഗീതം പിൽക്കാലത്ത് ആനന്ദമഠം എന്ന നോവലിൽ അത് ഉൾപ്പെടുത്തുകയുണ്ടായി. ആ കാലഘട്ടം നമ്മൾ ഓർക്കുമ്പോൾ ഈ ബംഗാൾ വിഭജനത്തിൻ്റെ കാലമാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ വിഭജിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചായിരുന്നു. ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ബംഗാളും മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ബംഗാളും എന്ന നിലയ്ക്ക് ബംഗാളിനെ വിഭജിക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഉയർന്നു വന്ന ഒരു വലിയ ആളുകളെ പ്രചോദിപ്പിച്ച ഒരു ഗാനമായിരുന്നു വന്ദേമാതരം. അക്കാലത്ത് അത് വഹിച്ച പങ്ക്, അത് ജനങ്ങളിൽ സൃഷ്ടിച്ച ആവേശം നിരാകരിക്കുന്നത് ചരിത്രവിരുദ്ധമായിരിക്കും. അത് ആ കാലത്തതിനൊരു വാല്യൂ ഉണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അതിൻ്റെ രൂപപരിണാമങ്ങൾ അങ്ങനെ എഴുതിയ കവിത അങ്ങനെ തന്നെ നിൽക്കുമ്പോഴും കാലം വളരെ വേഗം മാറി. ഇന്ത്യ സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി. അതിനിടയ്ക്ക് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വ്യത്യസ്ത അടരുകളിൽ പല കാലങ്ങളിലായി മതവിശ്വാസത്തെ പല അളവിൽ കടത്തിവിട്ടിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഗണപതി പൂജ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആളുകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയുണ്ടായി. മതപരമായ ഐഡൻറ്റിറ്റീസും അടയാളങ്ങളും പതുക്കെ പതുക്കെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയുണ്ടായി. ഇന്ത്യക്കാരെ ഒരുമിച്ച് നിർത്തുന്നതിന് മതത്തെ മുമ്പ് വയ്ക്കണമോ, ഇന്ത്യക്കാരെ മുമ്പ് നിർത്തിക്കൊണ്ട് ഓരോ വിഭാഗത്തിനും അവരവരുടേതായ വിശ്വാസം വച്ചു പുലർത്തണോ, ഏതാണ് ഇന്ത്യക്ക് അഭികാമ്യം എന്നുള്ള കാര്യം വരുമ്പോൾ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇത് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള റിപ്പബ്ലിക്കായി മാറി, മതേതര റിപ്പബ്ലിക്കായി മാറി. അപ്പോൾ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും അതേ അളവിൽ നിലനിൽക്കാതെയായി. അത് ഭിന്നതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒന്നായി മാറി. അതിനകത്ത് കാരണം ഈ ആദ്യത്തെ 2 സ്റ്റാൻസ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ദേവീ സ്തുതികളാണ്. ഇപ്പം ഇന്ത്യയെ ആരെങ്കിലും അമ്മയായി സങ്കല്പിച്ചാൽ എനിക്ക് യാതൊരു എതിർപ്പില്ല, ഇടതുപക്ഷത്തിന് എതിർപ്പില്ല. പക്ഷേ അത് ദുർഗയാവുമ്പോൾ, അത് സരസ്വതിയാവുമ്പോൾ, എല്ലാ ആളുകളോടും അത് പാടണമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ സെമറ്റിക് മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഇത് ഈ സ്വന്തം ദൈവമല്ലാതെ മറ്റ് ദൈവങ്ങൾ ഉണ്ടാകരുത് എന്ന് കൽപ്പനയുള്ളതാണ്. ഏക ദൈവമാണ്, ഏക ദൈവത്തിന് മാത്രമേ സ്തുതിക്കാവൂ. ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ എൻ്റെ മുമ്പാകെ മറ്റ് ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്ന് അവർക്ക് മതപരമായ ആജ്ഞ തന്നെ ഉള്ളതാണ്. ഇസ്ലാം മതത്തിലും വ്യത്യസ്തമല്ല. അങ്ങനെയുള്ള ജനവിഭാഗങ്ങളോട് നിങ്ങൾ ദുർഗയുടെയും സരസ്വതിയുടെയും സ്തുതി പാടണമെന്ന് പറയുമ്പോൾ അതൊരു മതേതര രാജ്യത്തിൽ അതൊരു അസ്വസ്ഥത സൃഷ്ടിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ വന്ദേമാതരത്തിൻ്റെ 180-ാം വാർഷികത്തിൽ എന്തുകൊണ്ട് BJPയുടെ സർക്കാർ ഇത് കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ, അവർ ദീർഘകാലമായി നടത്തി വരുന്ന ഇന്ത്യക്കാരെ വിഭജിക്കാൻ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയും അതിൽ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ ഏകോപനം ഉണ്ടാക്കിയാൽ തങ്ങളുടെ വോട്ട് പെട്ടികൾ നിറയുമെന്നുള്ള കാഴ്ചപ്പാടുള്ളതുകൊണ്ട് വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഒരു കാലത്ത് ഹിന്ദുത്വ ശക്തികൾ, ബ്രാഹ്മണിക്കൽ ഐഡിയോളജി പിന്നോക്ക ജനവിഭാഗങ്ങളെയും ദളിതരെയും എല്ലാം കാണാമറയത്ത് നിർത്തിയിരുന്നു. ഇപ്പോൾ വോട്ട് വന്നപ്പോൾ അവരുടെ വോട്ട് കൂടി വേണം. അതുകൊണ്ട് അവരെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാവുന്ന തരത്തിലേക്ക് ഒരു മഹാഹിന്ദുത്വം രൂപപ്പെടുത്തുന്നുണ്ട്. അത് ഇതര വിഭാഗങ്ങളെ അകറ്റി നിർത്താനാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഉദ്ദേശശുദ്ധിയോടല്ല അല്ല സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ്
19-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ഒരവസ്ഥയിലല്ല വന്ദേ മാതരത്തെ അവരിപ്പോൾ ഉപയോഗിക്കുന്നത്. അന്ന് എല്ലാവരും അത് കണക്കിലെടുത്തത് അത് ബ്രിട്ടീഷുകാർക്കെതിരായുള്ള ഒരു ഐക്യം എന്നുള്ള നിലയിലും മാതാവിനോടുള്ള ഇന്ത്യയെ ഒരു മാതാവായി സങ്കല്പിച്ചുകൊണ്ടുമാണ്. പക്ഷേ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയതോടുകൂടി, മതേതര ഒരു സർക്കാർ ആയതോടുകൂടി ഈ ഭരണകൂടത്തിൻ്റെ ഒരു എലമെൻറ്റിലും മതം കടന്നു വരാൻ പാടില്ല. ഗവൺമെൻറ് മതത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഗവൺമെൻറ്റിന് മതമില്ല, വ്യക്തികൾക്ക് മതമുണ്ട്. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സ്തുതിഗീതം പാടുന്നത്, ഏതെങ്കിലും ഒരു ദേവതയെ പ്രത്യേകിച്ച് ഔദ്യോഗിക പരിപാടികളിലേക്ക് കൊണ്ടുവരുന്നത് തെറ്റാണ് എന്നുള്ളത് അറിയാമായിരിക്കെ തന്നെയാണ് ഇപ്പോൾ അത് നിയമപരമായി ഈ ജനഗണമനയും വന്ദേമാതരവും പാടുമ്പോൾ വന്ദേമാതരം ആദ്യം പാടണമെന്നും അത് മുഴുവനും പാടണമെന്നും 3 മിനിറ്റ് 10 സെക്കൻഡും അത് പാടണമെന്നും അനുശാസിക്കുന്നതിൻ്റെ പുറകെ ഉള്ളത് വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇപ്പോൾ വരെ എനിക്ക് തോന്നുന്നത് ഒരു തലയും 2 ശരീരവുമുള്ള ഒരു ജീവിയായാണ് ഞാൻ കോൺഗ്രസിനെ ഇപ്പോൾ സങ്കല്പിക്കുന്നത്. ഐഡിയോളജിക്കലി അവർ സ്വന്തം ഐഡിയോളജി ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടില്ല, ഉറപ്പിച്ചെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മുമ്പ് ഗാന്ധിജിയുടെ വരവിന് മുമ്പ് ഹിന്ദു മഹാസഭയിൽ തുടങ്ങിയ അക്കാലത്തെ ബോധത്തിൽ നിന്ന് വല്ലാതെ മാറാതിരിക്കുകയും വന്ദേ മാതരത്തിനെ പൂർണ്ണമായി ആന്തരികവൽക്കരിക്കുകയും ചെയ്തവരാണ്. അപ്പോൾ ടാഗോറും നെഹ്റുവും ഒക്കെ ചേർന്ന് ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞ 1930 അതിന് മുമ്പ് തന്നെ പ്രവശ്യ ഗവൺമെൻറ്റുകൾ വരുന്ന ഘട്ടത്തിൽ ഇത് 2 സ്റ്റാൻസ പാടിയാൽ മതി എന്ന് ലീഡർഷിപ്പ് തീരുമാനിക്കുകയും മഹാമാരി തീരുമാനിക്കുകയും ചെയ്തെങ്കിലും കോൺഗ്രസിൻ്റെ ബോധ്യത്തിൽ ഇപ്പോഴും ഇത് അവരുടെ പൂർണ്ണമായി പാടണമെന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് നിങ്ങൾ ഈക്വലായ സമയം തരണേ. അപ്പോൾ ഈ ഡൽഹിയിൽ നടന്ന ഒരു ശരിക്ക് ഒരു അശ്ലീല കാഴ്ചയാണ്. കാരണം ഇപ്പോൾ അവരെ വിളിക്കുന്നൊരു ട്രോപ്പ്, ഈ പരിധി കടന്ന് മുമ്പേ പറയുമല്ലോ, ആരെങ്കിലും പറയുമല്ലോ ഇത്ര 2 സ്റ്റാൻസ പാടിയാൽ മതിയെന്ന്. ഇവരെല്ലാം ഇത് ആസ്വദിച്ച് ഇതിൻ്റെ ദേവീ സ്തുതിയുടെ മനസ്സിലേക്കും അതുവഴി ഹിന്ദു വോട്ടുകളിൽ ഒരു പങ്ക് കിട്ടിക്കോട്ടെ എന്നുള്ള കൗശലം ഒരു മറവിയായി കാണാൻ കഴിഞ്ഞില്ല. കാരണം കേരളത്തിൽ അത് പാടില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം കൂടി ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ വി ഡി സതീശൻ സവർക്കറുടെ മുമ്പ് പോയി മുട്ടുകുത്താൻ മടിയില്ലാത്ത ആളിന് ഇത് യാതൊരു മടിയും ഉണ്ടാവില്ല. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ജാഗ്രത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ വന്ദേ മാതരത്തെ പൂർണ്ണമായും പാടാതിരുന്നത്.